ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ്. 2025 ഈ ഒരു ഡയറി വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു സ്റ്റാർ വളരെ സിമ്പിളായിട്ട് മേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അത് മാത്രമല്ല, വലിയവർക്കായാലും സ്റ്റാർ ഒന്നും ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ 6 പീസസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, പേപ്പർ. അപ്പോൾ അതാ ഈ ഒരു ഷേപ്പിൽ ഞാനതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ്, ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഫസ്റ്റ് ഈ ഒരു ഭാഗത്താണെങ്കിൽ അതിനെ തിരിച്ച് വെച്ചതാ ഈ ഒരു ഭാഗത്തും കൂടെ ഫോൾഡ് ചെയ്യുക. ഇത് തന്നെ നമ്മൾ എൻഡ് വരെ റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. ഇത് വളരെ സ്ലോലി ചെയ്താൽ മതി. എല്ലാ പോർഷനും ഒരേപോലെ ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അതിൻ്റെ അളവ് നമ്മൾ മടക്കുമ്പം കറക്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സ്റ്റാറിൻ്റെ ഫൈനൽ ലുക്ക് നല്ല കിഡുമായിരിക്കും. അങ്ങനെ അത് ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കുക കേട്ടോ. നിവർത്തുന്ന ആ ഒരു എൻഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അതാ ഇതുപോലെ ഇത് ഒട്ടിച്ചു കൊടുക്കാനാണ് ഇനി പോകുന്നത്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഫെവിക്കോളാണ് കേട്ടോ. സാധാ പശയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഒട്ടിച്ചാലും മതി. അപ്പോൾ ഈ ഒരു ഫെവിക്കോൾ ഞാൻ മേടിച്ചിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. അതിൻ്റെ ഇത് ഞാനിവിടെ ടാഗ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതായത് ഫുള്ളായിട്ട് പെട്ടെന്ന് തൊട്ട് കേട്ടോ. നമ്മൾ പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്കിത് താമസമൊന്നും പിടിക്കില്ല, കണ്ടില്ലേ. അത് ഈ ഒരു ലീഫ് നമ്മൾ തയ്യാറാക്കി. അങ്ങനെ നമുക്കിനി 6 എണ്ണം കൂടെ തയ്യാറാക്കി എടുക്കണം. ഇതിപ്പോൾ 6 എണ്ണം അല്ല, ഒരു 5 എണ്ണം ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. 6 എണ്ണം ആകുമ്പോൾ അത് നല്ല രീതിക്ക് ഭംഗിയിൽ നിൽക്കും. നമുക്കിതുപോലെ ഈ ഒരു എന്താ പറയുക, ന്യൂസ് പേപ്പറിലായാലും കളർ പേപ്പറിലായാലും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഫെവിക്കോളായാലും ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഗ്ലൂ ഗൺ ആകുമ്പോൾ പക്ഷേങ്കിൽ പെട്ടെന്ന് ഒട്ടില്ല. ഒരു സ്റ്റിക്ക് വെച്ച് വളരെ പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഒട്ടിച്ചിട്ട് നമ്മളിതാ ഈ ഒരു ഭാഗം അതിൻ്റെ എല്ലാ സൈഡും ഒരേ വശം വരുന്ന രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. കണ്ടില്ലേ, ആ ഒരു ജോയിൻ്റൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏതാണ്ട് നമ്മുടെ സ്റ്റാർ ഇപ്പോൾ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഹാങ് ചെയ്തിടണം എന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഫുള്ളായിട്ട് ഞാനെന്താ ഒട്ടിച്ചു. ഇനി നമ്മൾ ഇത് ഫുള്ളായിട്ട് ഈ ഒരു ലീഫ് ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ഇത് കണ്ടില്ലേ, സ്ട്രെയിറ്റ് ആയിട്ടാണ് ഞാനത് ഒട്ടിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് അതിനെ വട്ടത്തിലാക്കി എടുത്തിട്ട് ആ ഒരു രണ്ടും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് മിഡിലും കൂടെ ആ ഒരു പശ തേച്ച് നല്ലതായിട്ടത് അവിടെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പെട്ടെന്നൊന്നും ഇളകി പോരത്തില്ല. ഇനി നമുക്കിതൊന്ന് ഹാങ് ചെയ്തിടാനായിട്ടുള്ള ഒരു ത്രെഡ് ഞാനിതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് എന്താ പറയുക, ലാസ്റ്റത്തെ ആ ഒരു ഇത് ഒട്ടിക്കുന്നതിന് മുന്നേ ആയിട്ട് ചെയ്തെടുക്കാം. അല്ലാതെ ഇതുപോലെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാട്ടെ. ഇതിപ്പം വലിയ വെയിറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതാ അങ്ങനെ അത് ഹാങ് ചെയ്യാനുള്ളത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് അതിൻ്റെ മിഡിലൊരു അട്രാക്ഷന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബ്ലൂ കളറിലുള്ള ഒരു ഇതാണ് കേട്ടോ, ഒരു പേപ്പർ ഞാൻ മുറിച്ചെടുത്തതാണ്. അപ്പോൾ അതതിൻ്റെ 2 ഭാഗത്തും മിഡിലായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റാർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ സിമ്പിളാണ് എന്ന് തോന്നിയവർക്ക് തീർച്ചയായും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനുണ്ടാവുമല്ലോ, ഇതുപോലത്തത് ഉണ്ടാക്കി കൊണ്ടുപോകാൻ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ഹെൽപ്പായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അത് മാത്രമല്ല, കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്കായാലും ഇതുപോലെ സ്റ്റാറൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നല്ല പേപ്പറും എന്താ പറയുക, കളർ പേപ്പറൊക്കെ വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആർക്കായാലും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്റ്റാർ ക്രിയേഷൻ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിത് ഒന്ന് ഹാങ് ചെയ്തിട്ടിട്ട് കാണിക്കാം. അപ്പോൾ ഇതുപോലുള്ള ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്രാഫ്റ്റുകൾ ഞാൻ ഇനിയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവർ തീർച്ചയായും ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ഇത് കാണിക്കാം. അത് ഞാൻ ഹാങ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ കളർഫുള്ളായിട്ട് വെറൈറ്റി വീഡിയോസ് ഞാൻ ഇതുപോലെ സ്റ്റാർ ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ കാണണം എന്നുള്ളവർ തീർച്ചയായും ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ബാൻഡ്സ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ആ ഒരു ക്രിസ്മസ് തീമിൽ ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വഴി അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ ക്രിസ്മസ് സാൻഡ ഇതൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവർ തീർച്ചയായും ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ബൈ ബൈ.